സത്യം ചെയ്യുന്നിടത്ത് പടച്ചറബല്ലാത്തവരുടെ പേര് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട ഏതെങ്കിലും ഒരു ഇടങ്ങളിൽ പടച്ചവനല്ലാത്ത ഏതെങ്കിലും ഒരാളുടെ പേര് നാം വിളിച്ചു പോകുന്നുണ്ടോ, പറഞ്ഞു പോകുന്നുണ്ടോ? പടച്ചവന് മാത്രം നൽകേണ്ട സുജൂദ് ഏതെങ്കിലും ഖബറിന്റെ ജാറത്തിന്റെ ഷെയ്ഖിന്റെ വലിയന്റെ മുന്നിൽ ചെയ്തു പോകുന്ന അവസ്ഥ എനിക്കുണ്ടോ എന്ന് ഓരോരുത്തരും സ്വന്തത്തിൻ്റെ കാര്യത്തിൽ പരിശോധന നടത്തണം. രണ്ടാമത്തത്, ആരാധനകളിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം നിർവഹിക്കുന്ന ആരാധനകളിൽ ഒരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, പലരും ഇന്ന് കൊല്ലത്തിൽ 1 or 2 തവണ ബിദ്അത്തായ ചില ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്താനാണ് പരിശ്രമിക്കുന്നത്. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ ആരാധനകൾ എല്ലാ സമയത്തും അവൻ നിർവഹിക്കേണ്ടതാണ്. ആ ആരാധനകൾ നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ? ആ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമസ്കാരം. നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ ഒരു സന്തോഷം മനസ്സിലുണ്ടാകാറുണ്ട്. നമുക്ക് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആനന്ദം, പടച്ചോനെ അടുത്തൊരു ആരാധനയ്ക്കുള്ളൊരു സമയം എനിക്ക് ലഭിച്ചല്ലോ എന്ന ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ എന്ന് പറയുന്നത്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് ഞാൻ അനുഭവിക്കുന്നത് നിസ്കാരത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, കപട വിശ്വാസികളുടെ നിസ്കാരം എങ്ങനെയായിരിക്കും? വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കാരത്തിന് അവർ നിൽക്കുമ്പോൾ അലസതയോടുകൂടിയാണ് അവർ നിസ്കാരത്തിലേക്ക് വരികയും നിൽക്കുകയും ചെയ്യുക. ഇതിലേതാണ് നമ്മളെ നിസ്കാരം? ഒരു ജമാഅത്തിൽ ഇമാം 2 ആയത്ത് അധികം ഓതുമ്പോഴേക്ക് ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നുള്ള ചിന്തയാണോ? അതല്ല, ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. ആരാധനകൾ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആനന്ദം നൽകിയതുപോലെ നമ്മുടെ നിസ്കാരവും നമ്മുടെ ആരാധനകളും പരലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഇഹലോകത്ത് നമുക്കൊരു സന്തോഷം തരുന്നുണ്ടോ? പരിശോധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് നമുക്ക് കിട്ടിയോ? ഇന്നലത്തെ 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായോ? സുന്നത്തു നമസ്കാരങ്ങളിൽ വല്ലാത്ത ഒരു സന്തോഷം നമുക്കുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇനി ഒരു 10 രൂപയെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ കപട വിശ്വാസിയുടെ സ്വഭാവം എന്താ? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, കൊടുക്കുമ്പോൾ തന്നെ ഒരു വെറുപ്പും മടുപ്പും കാണിച്ചിട്ടേ കപട വിശ്വാസി കൊടുക്കുള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ബക്കറ്റിക്ക് ഒരു 10 രൂപ ഇടാൻ മനസ്സെന്താ പറയുന്നത്? നമ്മുടെ സഹോദരങ്ങൾ പലയിടങ്ങളിലും പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പലതിരക്കുമുള്ള കളക്ഷൻ വരുമ്പോൾ മനസ്സെന്താ പറയാറുള്ളത്? ദീനിൻ്റെ മാർഗത്തിലേക്ക് പണം കൊടുക്കുമ്പോൾ, ആരാധന നിർവഹിക്കുമ്പോൾ, സഹോദരങ്ങളെ ഒരു സുന്നത്തായ കാര്യം ജീവിതത്തിൽ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ സന്തോഷപൂർവ്വം നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിലാണ് അത് പരലോകത്ത് നമുക്ക് സന്തോഷം നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സ്വകാര്യ ജീവിതം സംതൃപ്തിയുള്ളതാണോ? നമ്മൾക്ക് മാത്രം അറിയുന്ന, നമുക്കും നമ്മുടെ റബ്ബിനും അറിയുന്ന സ്വകാര്യ ജീവിതം സംതൃപ്തമാണോ? സഹോദരങ്ങളെ, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അടയാളം പോലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വൽ ഇത്മ, എന്താണ് പാപം, കുറ്റം, എന്താണ് നന്മ? ഇതിനെ രണ്ടിനെ കുറിച്ചും റസൂൽ ചോദിക്കപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. വൽ ഇസ്മു, പാപം എന്ന് പറഞ്ഞാൽ മാ ഹാക ഫീ സ്വദരിക, മാ ഹാക ഫീ സ്വദരിക, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന, ഒരു ഇടങ്ങേറുണ്ടാക്കുന്നതാണ്. വകരിഹത അയത്തല അലൈഹി നാസ്, ജനങ്ങൾ അത് കാണുന്നതിന് നിനക്കൊരു വെറുപ്പാണ്. അതാണ് തിന്മ എന്ന് പറഞ്ഞാൽ. ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? അള്ളാന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. നമ്മളും നമ്മളുടെ ഫോണും തനിച്ചാകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതം? സ്വർഗം കിട്ടണമെന്ന് കരുതിയിട്ടാണല്ലോ നമ്മളിവിടെ വന്നത്. ആ സ്വർഗം കിട്ടാൻ സഹായകമാകുന്നതാണോ നമ്മളുടെ ഓരോരുത്തരുടെയും രാവ്, നമ്മളുടെ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതം, സ്വകാര്യതകൾ എന്ന് സഹോദരങ്ങളെ പരിശോധിക്കണം. നമ്മുടെ സ്വകാര്യതയെക്കുറിച്ച് മറ്റൊരാൾ അറിയുന്നതിനെക്കുറിച്ച് നമുക്ക് ആവലാതിയുണ്ടോ? നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ ഹൃദയം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ സ്വകാര്യ ജീവിതത്തിൻ്റെ കാര്യത്തിൽ? അത് തിന്മയാണ്. അതുകൊണ്ട് പരലോകം കൊതിക്കുന്ന നമ്മളുടെ സ്വകാര്യ ജീവിതം, രഹസ്യ ജീവിതം സംതൃപ്തമാണോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തത് സഹോദരങ്ങളെ, സമ്പത്ത് വിശുദ്ധമാണോ? സമ്പത്ത് വിശുദ്ധമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന, തീർച്ചയായും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വഴിയിലൂടെ വളർന്ന ഒരു ശരീരം അതൊരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല.
അന്നാറു ഔലാ ബിഹി, അതിനേറ്റവും ഉത്തമമായത് നരകത്തീയാൻ. 1 രൂപ ഹറാമിലൂടെയാണ് ശരീരം വളർന്നതും വീടും വാഹനവും വസ്ത്രവും ഭക്ഷണവുമൊക്കെ 1 രൂപയുടെ ഹറാമ് കലർന്നതാണെങ്കിൽ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. നരകത്തിലേക്കുള്ള തടിയാണത് എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് ശക്തമായി പോരാടിയ മനുഷ്യൻ, അയാളെക്കുറിച്ച് സ്വഹാബത്ത് മഹത്വം പറഞ്ഞപ്പോഴല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ അയാളെക്കുറിച്ച് അങ്ങനെ പറയണ്ട. യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് ഒരു പുതപ്പ് അയാൾ മോഷ്ടിച്ചിട്ടുണ്ട്, അതുമായി അയാൾ നരകത്തിൽ എരിയുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നാണ്. 1 രൂപ ഇന്ന് വൽപ്പിൽ വീണത് ഹറാമായത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കച്ചവടക്കാരെ ബാക്കി കൊടുക്കാനുള്ള 1 രൂപ കൊടുക്കുമ്പോൾ, മിഠായി എടുത്ത് കൊടുക്കുമ്പോൾ പോലും വാങ്ങുന്നവൻ്റെ തൃപ്തിയോടുകൂടി അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന ദീന് പഠിപ്പിക്കുന്നത്. വീണല്ലോ, ചില്ലറല്ലെങ്കിൽ മിഠായി എടുത്ത് കൊടുക്കും, അതുപോലും അവനക്ക് തൃപ്തിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യണം. 5-മത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കടമ നിർവഹിക്കുന്നുണ്ടോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു ഫീ അഹ്ലിഹി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഒരു മനുഷ്യൻ അയാളുടെ കുടുംബത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം ആരുടെ കാര്യത്തിൽ ഏൽപ്പിച്ചോ അവരെ കുറിച്ച് അല്ലാഹു അയാളോട് ചോദിക്കുമെന്നാണ്. വൽ മർഅതു ഫീ ബൈതി സൗജിഹാ റാഇയ വഹിയ മസ്ഊലത്തുൻ അൻ റഇയ്യതിഹാ. പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്, അല്ലാഹു അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമെന്നാണ്. ഇരിക്കുന്ന ഓരോരുത്തർ ഭർത്താവാണ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരിൽ മഹാഭൂരിപക്ഷം ഭാര്യമാരാണ്, ഉമ്മമാരാണ്, ഉപ്പമാരാണ്, മക്കളാണ്, സഹോദരങ്ങളാണ്. കുടുംബത്തിൽ ഓരോരുത്തരോടുമുള്ള ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചോ? പരലോകത്ത് അള്ളാഹ് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ റെഡിയായോ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ? നല്ല ഉപ്പയാണോ, നല്ല ഉമ്മയാണോ, നല്ലൊരു മകനാണോ, നല്ല ഭാര്യയാണോ, ഭർത്താവാണോ? സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആത്മപരിശോധനയ്ക്ക് നമ്മെ സഹായിക്കുന്ന 6-മത്തെ ചോദ്യം, നമ്മുടെ സ്വഭാവത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള അനുഭവം എന്താ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു ജനാസയുമായി കടന്നു പോയപ്പോൾ ഫഅസ്നൗ അലൈഹി ഖൈറാ, അയാളുടെ നന്മകളെ കുറിച്ച് സ്വഹാബത്ത് സംസാരിച്ചു. വജബത്ത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത്. മറ്റൊരിക്കൽ ഒരാളുടെ ജനാസയുമായി പോകുമ്പോൾ അയാളെ കൊണ്ടുള്ള ഷർറിനെ കുറിച്ച് ആളുകൾ സംസാരിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ വജബത്ത്, റസൂലേ എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് അയാളുടെ പോരിശ പറഞ്ഞില്ലേ, നന്മ പറഞ്ഞില്ലേ, അയാളെ കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞില്ലേ, അയാളുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറഞ്ഞില്ലേ, വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗമുറപ്പായി. നിങ്ങൾ ഒരാളെ കുറിച്ച് അയാളുടെ ഷർറിനെ കുറിച്ച്, തിന്മയെക്കുറിച്ച്, അയാളെ കൊണ്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്? വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകവും ഉറപ്പായി. കാരണം അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ അല്ലാഹു ഭൂമിയിൽ നിശ്ചയിച്ച ചില സാക്ഷികളാണ്. വേറെ ചില റിപ്പോർട്ടുകളിൽ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് ആവർത്തിച്ചത് നമുക്ക് കാണാനാകും. നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ മനുഷ്യർക്ക് നമ്മളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത്? നമ്മളെ മയ്യത്തസ്കാരം കഴിഞ്ഞ് വന്നാലേ ആൾക്കാർ എന്താ കാര്യം പറയാ? ഒരു ഷെറ് നീങ്ങിൻ്റെ സന്തോഷം ഒരാൾക്കെങ്കിലും ഉണ്ടാകുമോ? നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളുടെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരിൽ ആളുകൾ സംസാരിക്കുന്നത് നമ്മളുടെ ഏതു ഭാഗത്തെക്കുറിച്ചായിരിക്കും? സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, മനുഷ്യരെ നിങ്ങൾ ചില സാക്ഷികളാണ്. നാം ജീവിക്കുന്ന നാട്ടിലെ മനുഷ്യർ നമുക്ക് എന്തിൻ്റെ കാര്യത്തിലുള്ള സാക്ഷികളായിരിക്കും? ഖൈർ പറയണ്ടാവോ ആളുകൾക്ക്? ഓൻ കാരണമാണ് എനിക്ക് തൗഹീദ് കിട്ടിയത്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. കഷ്ടപ്പെട്ടപ്പോഴൊക്കെ എൻ്റെ വേദന മനസ്സിലാക്കിയ ഒരാളായിരുന്നു അവൻ. എന്തില്ലെങ്കിലും നല്ലൊരു വാക്കും പറയായിരുന്നു. പറയോ സഹോദരങ്ങളെ? അതല്ല, ഒരു പ്ലാവിൻ്റെ കൊമ്പിനും വേണ്ടി 10 കൊല്ലം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണോ നമുക്കും അയൽവാസിക്കും ഇടയിലുള്ളത്? നാം സ്ഥിരമായി കച്ചവടത്തിൽ ഏർപ്പെടാറുള്ള നമ്മുടെ നാട്ടിലൊരു കച്ചവടക്കാരന് നമ്മളുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ എന്തു പറയാനുണ്ട്? നാം യാത്ര ചെയ്ത വാഹനത്തിലെ ആ വാഹനത്തിൻ്റെ ഉടമക്ക്, ആ വാഹനത്തിലെ ഡ്രൈവർക്ക് ആ ഒരു കുറഞ്ഞ നേരത്തെ നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ച് അയാൾ എന്തായിരിക്കും ഓർക്കുന്നുണ്ടാവുക? സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. 6 ചോദ്യങ്ങൾ. ഒന്ന് വിശ്വാസത്തിൻ്റെ മേഖലയാണ്, മറ്റൊന്ന് ആരാധനയുടെ കാര്യമാണ്, ഒന്ന് സ്വകാര്യ ജീവിതമാണ്, സാമ്പത്തിക രംഗമാണ്, നമ്മളുടെ കുടുംബ ജീവിതമാണ്, നമ്മളുടെ സ്വഭാവത്തിൻ്റെ മേഖലയാണ്. ഇവിടങ്ങളിലൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കുക. നന്മയുള്ള ജീവിതത്തിന് വേണ്ടി തൗഫീഖിനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം
വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദി അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അലാ ഉഅല്ലിമകി കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദൽ കർബി ഔ ഫിൽ കർബ്. അസ്മാ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. ആ കലിമത്തുകളുടെ പ്രത്യേകത, നിനക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, മാനസികമായൊരു സങ്കടമോ വിഷമമോ ഒക്കെ വരുമ്പോൾ അത് നീങ്ങിക്കിട്ടാൻ നിനക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആ ഒരു കലിമത്തുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹു റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ലാ ഉശ്രികു ബിഹി ഷൈആ, ആ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഇത് നിനക്ക് വിഷമവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എൻ്റെ പ്രയാസം നീങ്ങണേ, എൻ്റെ ബുദ്ധിമുട്ട് മാറണേ, പടച്ചോനെ എൻ്റെ എല്ലാ പ്രതിസന്ധിയും നീങ്ങിത്തരണേ എന്നുള്ളൊരു വാക്കുപോലും ഈ പ്രാർത്ഥനയിലില്ല. ആകെയുള്ളത് എന്താ? തൗഹീദാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ മഹത്വം ഈ പ്രാർത്ഥനകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്കിനു പോലും അത്ര പ്രസക്തി ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് എല്ലാ ശിർക്കൻ അടയാളങ്ങളും മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ചെറുതാണ്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ നമ്മെ സഹായിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത്തരം പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നന്മയിലൂടെ ജീവിതത്തെ കൊണ്ടുപോവുകയും വിശ്വാസം വിശുദ്ധമാക്കുകയും ചെയ്യുക. എന്നിട്ട് പരലോകത്തേക്ക് നന്മകൾ സ്വരുക്കൂട്ടി ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.